ദൈവത്തിന് സ്തുതി. പ്രഭാത കിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2082. ഇന്ന് സെപ്റ്റംബർ മാസം 12-ാം തീയതി 255-ാമത്തെ ദിവസത്തിലെത്തി. ക്രിസ്തുവേശു ഒപ്പമുള്ള 12 ശിഷ്യന്മാരുടെ സംഘത്തെ മിക്കപ്പോഴും ഓർമ്മപ്പെടുത്തുമായിരുന്നു. തൻ്റെ വഴികളിൽ ഭാവിയിൽ കാത്തിരിക്കുന്ന ചില പ്രതിസന്ധികളെ, തരണം ചെയ്യേണ്ട കഠിനമായ ചില ദുരന്തങ്ങളെയുമൊക്കെ, അവയ്ക്കും അപ്പുറത്ത് പ്രത്യാശയുടെ ചില സാധ്യതകളും കണ്ടെത്തി ഉള്ളിൽ സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. എല്ലാ കാലവും നല്ല കാലമായിരിക്കണമെന്നുള്ള ആഗ്രഹത്തിലും അത്യാഗ്രഹത്തിലും വാശിയിലും ദുർവാശിയിലും പെട്ടുപോയ നമ്മൾ ഓരോരുത്തരും അങ്ങനെയല്ല ജീവിതം നമുക്ക് തരുന്നതെന്ന് തിരിച്ചറിയുമ്പോഴത്തേന് വല്ലാതെ ഉലഞ്ഞു പോകുന്നുണ്ട്. തീർച്ചയായും മഴക്കാലവും മഞ്ഞുകാലവും വേനൽക്കാലവും എന്നതുപോലെ ഒരു കാലമല്ലല്ലോ നല്ല കാലം. ഓരോ കാലത്തിനും അതിൻ്റെതായ നന്മകളും പോരായ്മകളും ഒക്കെ ഉണ്ട്. ഓരോ കാലത്തോടുമുള്ള നമ്മുടെ അടുപ്പവും സമീപനവും പ്രതികരണവും മാത്രമാണ് അത് നല്ലതായിരുന്നോ അത് മോശമായിരുന്നു എന്ന് തെളിയിക്കുന്നത്. മഴ പെയ്യണേ എന്ന് വിത്ത് വിതച്ചവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. മഴ പെയ്യരുതേ എന്ന് വിളവെടുത്ത് വരമ്പിൽ വച്ചിരിക്കുന്നവനും പ്രാർത്ഥിക്കുന്നുണ്ട്. മഴ പെയ്താൽ ഒന്നാമന് നല്ല കാലവും രണ്ടാമന് മോശം കാലവുമാവും. പെയ്തില്ലെങ്കിൽ കാലുമാറിയുന്നു. എല്ലാ കാര്യങ്ങളും ആരുടെയും ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും പദ്ധതികൾക്കും അനുസരിച്ചല്ല സംഭവിക്കുന്നത്. മുൻകൂട്ടി അനുമതി നേടാതെ എത്തുന്ന ആളുകളും അതിഥികളുമൊക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. സംഭവങ്ങളും അനുഭവങ്ങളും ഉണ്ടാവും. വേണമെങ്കിൽ പറയാം, ദുരിതങ്ങളും ഉണ്ടാവും. അതിക്രമിച്ചിങ്ങനെ കയറി വരുന്ന സംഭവങ്ങളോടൊക്കെ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ അങ്ങ് തോറ്റെന്ന് വിചാരിച്ച് നമ്മൾ എന്നാ ചെയ്യും? എല്ലാം എന്തെങ്കിലുമൊക്കെ തിരിച്ചറിവുകളെങ്കിലും നമുക്ക് നൽകുന്ന കാര്യങ്ങളാവും. എല്ലാ സംഭവങ്ങളുടെയും അവശേഷിച്ച ബാക്കി എന്താണ്? ഒന്നെങ്കിൽ നല്ല കാലം, അല്ലെങ്കിൽ നല്ല പാഠമാണ്. മനുഷ്യനിൽ നമ്മുടെയൊക്കെ ഒരു പോരായ്മ എന്താണെന്നറിയോ? സ്വന്തം പ്രശ്നങ്ങൾക്ക് മറ്റൊരിടത്തു നിന്നോ മറ്റൊരു ആളിൽ നിന്നോ പരിഹാരം ലഭിക്കുമെന്ന തെറ്റിദ്ധാരണയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിലെ പല പ്രതിസന്ധികളും അനന്തമായി നിലനിൽക്കുന്നതുമൊക്കെ. ഒരേ സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ആരും ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ സ്വന്തം മനോനിലയ്ക്കും ചുറ്റുപാടിന്റെ സാധ്യതകൾക്ക് അനുസരിച്ചുമാണ് ഓരോരുത്തരും പ്രതികരിക്കേണ്ടത്. അങ്ങനെ വേണം ജീവിതത്തെ കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോകാൻ. ഒപ്പമുള്ള പന്തിരുവരെ അങ്ങനെ പ്രാപ്തരാക്കാനാണ് ക്രിസ്തുവേശു ശ്രദ്ധിച്ചതുമൊക്കെ. നമുക്കും അതൊരു മുന്നറിയിപ്പാണ്, നിർദ്ദേശവും ഉപദേശവുമാണ്. ആമേൻ.